നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി ബി.ജെ.പി പ്രകടന പത്രിക പുറത്തുവിട്ടു. കർഷകരെയും വനിതകളെയും യുവാക്കളെയും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത്. മുൻ അഗ്നിവീറുകൾക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കൽ, വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കൽ എന്നിങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. 20 വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പരമ്പര തന്നെ ബി.ജെ.പി ഹരിയാനയിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യം, തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നതെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹരിയാനയിലെ ഭരണകക്ഷിയായ ബി.ജെ.പി ഇക്കുറി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാണ്. വനിതകൾക്ക് മാസം തോറും ധനസഹായം നൽകുമെന്നതുൾപ്പെടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ലാഡോ ലക്ഷ്മി യോജനയ്ക്ക് കീഴിൽ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2100 രൂപ ധനസഹായം ഉറപ്പാക്കുമെന്ന് ബി.ജെ.പി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓരോ നഗരത്തിനും 50,000 സ്വദേശികൾക്ക് വീതം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള 10 വ്യാവസായിക നഗരങ്ങളുടെ നിർമ്മാണവും പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2 ലക്ഷം പേർക്ക് ഉറപ്പായ സർക്കാർ ജോലിയും ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമിന് കീഴിൽ 5 ലക്ഷം വ്യക്തികൾക്ക് അധിക തൊഴിലവസരങ്ങളും നൽകുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രകടന പത്രിക ബി.ജെ.പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ.പി നദ്ദയാണ് പുറത്തിറക്കിയത്. റോഹ്തക്കിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി, ഹരിയാന ബി.ജെ.പി അധ്യക്ഷൻ മോഹൻലാൽ ഭദോലി എന്നിവരും പങ്കെടുത്തിരുന്നു. വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒന്നിലേറെ വാഗ്ദാനങ്ങൾ വേറെയും പത്രികയിലുണ്ട്. ഹർഘർ ഗൃഹാനി യോജനയ്ക്ക് കീഴിൽ 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ, അവൽ ബാലിക യോജന വഴി ഗ്രാമപ്രദേശങ്ങളിലെ വനിതാ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടറുകൾ കൊടുക്കും എന്നിവയാണ് മറ്റു പ്രഖ്യാപനങ്ങൾ. അതേസമയം ഇക്കുറി ഹരിയാനയിൽ ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളിയാവുമെന്ന് കരുതുന്ന പ്രകടന പത്രിക കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2000 ധനസഹായവും സംസ്ഥാന വ്യാപകമായ രീതിയിൽ ജാതി സർവേയും നടത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹരിയാനയിൽ 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളുമായി ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ കോൺഗ്രസിന് 31 സീറ്റുകളാണ് ലഭിച്ചത്. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് അധികാരം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി.ജെ.പിക്ക് തിരിച്ചടി നൽകി മുൻ മന്ത്രിയും ചില നേതാക്കളുമൊക്കെ കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണുണ്ടാക്കിയത്. OBC മോർച്ച മുൻ അധ്യക്ഷനും മുൻ മന്ത്രിയുമായ കരൺദേവ് കാംബോജാണ് പാർട്ടി വിട്ടത്. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് അതൃപ്തിയിലായിരുന്നു കരൺദേവ്. OBC വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. ജാട്ട് വിഭാഗങ്ങൾക്കൊപ്പം OBC വോട്ടുകളും ലക്ഷ്യം വെച്ചുള്ള ബി.ജെ.പി നീക്കത്തിനാണ് കരൺദേവിന്റെ നീക്കം തിരിച്ചടിയായിരിക്കുന്നത്. അതേസമയം OBC വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കരൺദേവിന്റെ വരവ് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇത്തവണ പ്രതീക്ഷ ഉയർന്ന നിലയിലാണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യം വോട്ടായി മാറുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ബി.ജെ.പിയിലെ അസ്വാരസ്യങ്ങളും നേതാക്കളുടെ വരവുമെല്ലാം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത്.